അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. വീട്ടിൽ നിന്ന് പോസ്റ്റ് അടിച്ചപ്പോഴേക്കും നമ്മൾ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ടെന്ന് അറിയാം. വെള്ളം കാണാതെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെള്ളമാണല്ലേ, വണ്ടി വെള്ളം കയറും. കൈയെടുത്ത് പോകണം, വണ്ടി വെള്ളം കയറും. അവിടം വരെ കുഴപ്പമില്ല, അതിൻ്റെ പുറത്ത് വെള്ളം കയറും. അവിടം വരെ ഞാൻ പോയത്. അങ്ങോട്ടും ഉണ്ടാ അവിടെ 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 ഡെയിലി ഫോട്ടോ കൊണ്ടാ ഇത്രയും പൊക്കമുണ്ട്. ആ അവിടെ ചേരാ. അതാണ് ഷാപ്പ്, തൊടിയൂർ ഷാപ്പ്. എന്തിനാന്ന് പറഞ്ഞു? വണ്ടിയുടെ താക്കോലെടുത്തോ? ആരോ അവിടെ മുങ്ങിയിട്ടുണ്ട്. ആ വണ്ടി പണി കിട്ടി. ഇതാണ് നമ്മുടെ നോർമൽ ഡേ ഇൻ എ ലൈഫ്. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചുമ്മാ ഇറങ്ങി അതിൻ്റെ മുന്നേ ഇവിടെ നടക്കും. കൊള്ളാം കേട്ടോ, ഇവിടെ വൈബാ ഇങ്ങനെ ചുമ്മാ വന്നിങ്ങനെ നടക്കാൻ. ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കര ഏതാ റോഡ് ഏതാന്ന് അറിഞ്ഞുകൂടുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒരു ഊഹം വെച്ചങ്ങ് നടക്കാം. കര കണ്ടാ പൊക്കണം, മല കണ്ടാ താക്കണം. പുഴയാണ് സാറേ ഇവന്റെ അച്ഛൻ. ഈ പുഴയാണ് അറിയില്ല തന്ത. ഇവിടെ കുരുങ്ങു വീണ് ചാടാൻ പറ്റും. ഞാൻ പോയിട്ടുള്ളേ നമ്മള് പുതിയൊരു പ്ലാൻ ഇട്ട് നമ്മളെന്തായാലും ഇതിൽ കൂടെ ബൈക്ക് പോകത്തില്ല. ബൈക്ക് നമുക്ക് ഉരുട്ടിക്കൊണ്ട് പോകാം. എന്തായാലും ഓണാക്കി പോയി കഴിഞ്ഞാൽ വല്ല എഞ്ചിന് വെള്ളം കയറി പണി കിട്ടി ഇവിടെ കിടക്കും. സോ നമ്മൾ വേണ്ട അവിടുന്ന് ബൈക്ക് ഉരുട്ടിക്കൊണ്ട് നമ്മൾ വേണ്ടല്ല അവിടെ വരെ. മറ്റേ സിനിമ ബൈക്ക് ഇതിന് മുകളിൽ ഇങ്ങനെ ചാടിക്കണം. ബൈക്ക് നേരെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എക്സ്പോഷൻ വേണം. അയ്യപ്പ കേട്ടപ്പോ തന്നെ ചാർജായി. ഇവിടെ നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇതിന്റെ കൂടെ ഒക്കെ ഇതിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ എന്തായാലും ഓഫായി പോകും. നമുക്ക് ഉരുട്ടിക്കൊണ്ട് തന്നെ പോകാം. ഇതാണ് നമ്മുടെ മയിൽ വാഹൻ. എടാ സൈലൻസർ പൊങ്ങത്തില്ലല്ലോ. മയിൽ വാഹൻ സൈലൻസർ അടച്ചു വെച്ചോ? ഇല്ല, സൈലൻസർ പ്ലാസ്റ്റിക് വെച്ചാലും അടച്ചു വെക്കാം. സൈലൻസർ കണ്ട ഉടനെ വിരലിട്ടോ. ആകുമ്പോഴത്തേക്ക് നമുക്ക് സൈലൻസറി വെള്ളം കയറത്തില്ല. ഇത് വിനായകന്റെ ഐഡിയ ആണ്, എനിക്കൊന്നും അറിഞ്ഞൂടാ. കണ്ടാൽ അടക്കിക്കോ. വണ്ടി ഇത്തിരി റൈറ്റ് പിടിച്ചോ, മുങ്ങിപ്പോയാലേ എവിടെയെങ്കിലും പിടിച്ചെങ്കിലും. അത് റോഡല്ലടാ, ഇപ്പുറത്തോട്ട് പോയി. അതല്ല പോസ്റ്റ് ഉണ്ടോ? അത് റോഡല്ല. ആ ഇപ്പൊ പോയാനെ. വ്ളോഗിനകത്ത് ആ ഇനി കുഴപ്പമില്ലായിരിക്കും. അടുത്ത സ്റ്റാർട്ട് ആകുമല്ലോ നമുക്ക്. ഇല്ല അവിടെ വിനായകൻ പറഞ്ഞ കണക്ക് നമ്മള് ഇനി അങ്ങോട്ട് വണ്ടി സ്റ്റാർട്ടാക്കി പോയാൽ സേഫ് ആണെന്നാ പറഞ്ഞേക്കുന്നത്. വണ്ടിക്ക് ശബ്ദത്തോട് മാറ്റം, അതൊരു രൂപമാറ്റം പോലെ. ചേട്ടൻ ചലിക്കത്തില്ല. ഇത് കണ്ടിട്ട് കൈയെടുത്തു. സൈലൻസർ സേഫാണ്.
മറ്റേ കവർ ഊരി കളഞ്ഞോ? പോയി അത് പോയി ഓപ്പാകല്ലേ? അതെടുത്ത് കളഞ്ഞില്ലായിരുന്നു നീ? ചുമ്മാ അല്ല ശബ്ദം മാറ്റല്ലേ? കൈയെടുത്തോ അയച്ചു പോയിടോ. അങ്ങോട്ട് സൈലൻസറിൽ പ്ലാസ്റ്റിക് കുത്തി കയറ്റിയാണ്. അതാ സൗണ്ട് മാറ്റം. നമ്മൾ തിരിച്ചു പോകുമ്പോ എന്തോ കേട്ടു പോയോ? അവിടെ പോയി നമ്മളിനി പോകുന്നത് ആർക്കും അറിയാത്തൊരു ഹിഡൻ സ്പോട്ട് ഓഫ് വെള്ളം കിടക്കില്ലേ? നടുക്ക് വലിയ കുഴിയാന്നേ. അങ്ങോട്ടാ കൊള്ളാലോ. ഷജിയേട്ട എന്താണ് എന്തുട്ടാ സെറ്റപ്പ്? വെള്ളം കൂടിയല്ലോ. ഇത് നമ്മുടെ വേറൊരു ലൊക്കേഷനാണ്. പറഞ്ഞ് ഇവിടെയൊക്കെ ഇറങ്ങി നമ്മൾ കുളിക്കുന്നതായിരുന്നു. പക്ഷെ ഈ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒഴുക്കിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട്, നേരെ പോകും. നല്ല തെന്നലുണ്ട്. തെന്നിക്കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോവുക. നിങ്ങൾ ഇവിടെയൊക്കെ കിടന്ന് കുളിച്ചോണ്ടിരുന്നത്, അതാണ്ട് ഇവിടെ കിടന്ന് കുളിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ കുളിക്കാൻ പറ്റത്തില്ല, ഈ ഒഴുക്ക് അങ്ങ് കൊണ്ടുപോകും. പിന്നെ വല്ല അറബിക്കടലിൽ നോക്കിയാൽ മതി. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കുട്ടികൾ, മുതിർന്നവർ അടക്കം 5 ജീവനുകൾ ഇതിനോട് നഷ്ടപ്പെട്ടു. അടുത്ത് നിങ്ങളാകരുത്. അങ്ങനെ ഞങ്ങൾ ചുമ്മാ വന്ന് പുതിയൊരു സ്പോട്ട് കണ്ടുപിടിച്ചതാണ്. ഇതാണ് നമ്മുടെ പുതിയ സ്പോട്ട്. ഇവിടെ കയറിയിരുന്ന് വൈബൊക്കെ അടിക്കാൻ പറ്റിയ സ്പോട്ടാണ്. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. വരുന്ന വഴിക്ക് പായസം കിട്ടി. ഞങ്ങളിപ്പോൾ പായസം കുടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് എന്താ ലൈഫ്, നമ്മൾ വിശന്ന് വരഞ്ഞിരുന്നത്. അപ്പോൾ നല്ല പായസവും കിട്ടി ഇവിടുന്ന്. യോ ഗൈസ്, ഇറ്റ്സ് ചെസ്റ്റ് ഡേ. ഈ അടുത്ത നമ്മൾ ജിമ്മിലേക്ക് പോകാൻ പോവാ. ഇന്ന് ചെസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും പോകും. ലെഗ് ഡേ ആണെങ്കിൽ ഇപ്പോൾ മഴയത്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങിയേനെ. ഇന്നിപ്പം ചെസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും പോയേ പറ്റൂ. മഴയൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മൾ ചെസ്റ്റേക്ക് പോയി ചെസ്റ്റ് അടിക്കും. 120 കിലോ അടിച്ചിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ ജിമ്മിൽ പോയി കാണാം. ഗൈസ്, വി ആർ ഹിയർ അറ്റ് ദ ജിം. നമ്മുടെ കൂടെ സേറുണ്ട്. ഒരു പണിയെടുക്കാതെ ഇവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചെസ്റ്റ് ചെയ്യാണ്. ചെസ്റ്റ് അടിക്കാൻ വേണ്ടി വാങ്ങിപ്പിക്കണം. എന്നിട്ട് അടുത്ത വീഡിയോ കാണാം. സേറിന്റെ തൊട ഇതൊക്കെ വ്ളോഗ് വരും കേട്ടോ. ഇതൊക്കെ വ്ളോഗ് വരും. എടാ, ഞാൻ പുതിയൊരു വ്ളോഗ് ചാനൽ തുടങ്ങി. അതിനെപ്പറ്റി അഭിപ്രായം എന്തായാലും? വളരെ നല്ല അഭിപ്രായം. വ്ളോഗ് ചാനലിനെ കുറിച്ച് നിന്റെ അഭിപ്രായം? വളരെ മികച്ച. I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my body won't decay. Cause my messages are time to send it. Yeah! ഓ സീൻ സീനാ വേർത്തെ. കോൺട്രാക്ടർ വിളിച്ചു കഴിഞ്ഞാൽ അവൻ അന്നേരം പോകും. കഴിഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു 100 കിലോ? With a certainty, I have a sense of urgency, a message for eternity, for everyone internally. I had some people burning me, but now they fucking learn to see I ain't the one to fuck with. Now they looking nervously, and I don't really care what you think of me respectfully. You can kick rocks if you think you're fucking better, see I will outwork you, turn you to an enemy, hurt you so bad that you're gonna need some therapy. I got the motherfucking recipe, I've been cooking up hits, I'ma leave a Yeah, this is Musa bhai. ചായ ഒരു കട്ടൻ. ജിമ്മ് കഴിഞ്ഞ് ഹാങ് ഔട്ട് ചെയ്യാൻ വരുന്ന സ്ഥലമാണ് ഇതാണ്ടത്. ഇതാണ് മൂസ ബായ്. ഞാൻ ബ്ലോഗിങ് തുടങ്ങുമ്പോൾ പുതിയ ചാനൽ, ബ്ലോഗിങ് ചാനൽ, ഫുൾ ബ്ലോഗ്. ഗൈസ്, നിങ്ങളിത് കാണണം. ഇവൻ ലോക ഫ്രോഡ് മൂസ. മൂസ ബായിക്ക് ഒരു ചാനലുണ്ട്. ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. ഒരുത്തിന് സപ്പോർട്ടും ചെയ്യരുത്, സബ്സ്ക്രൈബും ചെയ്യരുത്. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. വെള്ളം ഒഴിച്ചു കേട്ടാ. വെള്ളം വെച്ചിട്ടെങ്കിൽ വേണോ?
മൂസബയുടെ ചായ അടിപൊളി ചായ കേട്ടോ, മോശം പറയാനല്ലോ. അടിപൊളി ചായ പഠിച്ചു വൃത്തിയായിട്ടോ. കൊള്ളാം കേട്ടോ, ചായ കൊള്ളാം, നല്ല ചായ. ചായ കുടിക്കാൻ അടിപൊളി ചായ. മധുരം വേണോ? മധുരം വേണ്ട, വേണ്ട. ഓൾറെഡി പഞ്ചാര ഇനി വന്നു കഴിഞ്ഞാല് ഡയറ്റില്ല നോ ഡയറ്റ്. ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ 5 പെമ്പിള്ളേരുണ്ട്, 5 പെമ്പിള്ളേരുടെ നടുക്കി വന്നിരിക്കും. അതിന് തെളിവ് വേണമെങ്കിൽ താഴെ ആ ഫോട്ടോ കാണിക്കണം, ഫോട്ടോ നമുക്ക് കാണിക്കാം. തൊഴിലില്ലായ്മ പ്രതീക്ഷയാണ്. ഇടക്കിലങ്ങനെ തൊഴിലില്ലായ്മ പ്രതീക്ഷയുണ്ട്. 27 വയസ്സൊക്കെ വരുത്തിനാട്ടം 5, 6, 7 വയസ്സ് 6 ഇയേഴ്സ് അല്ല 6 വയസ്സുള്ള മോളാവാൻ എൻ്റെ മോളുടെ പ്രായമല്ല